പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങി ട്രൈ ചെയ്യണം. യെസ്, ദിസ് ഈസ് മീ, സബീൽ ഷാ, ആൻ ആക്ടർ ഫ്രം കേരള. ആക്ടറാ? എവിടത്തെ ആക്ടർ? ആരാണ് നീ? ഇങ്ങനെയൊക്കെ അല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ശരിയാ, എല്ലാവരും അറിയണ രീതിയിലുള്ള ഒരു ആക്ടർ ഞാൻ ആയിട്ടില്ല. പക്ഷെ ആവും, ഇതെൻ്റെ അഹങ്കാരമല്ല, കോൺഫിഡൻസാണ്. ആഗ്രഹത്തിൻ്റെ പിന്നാലെ അത് നേടിയെടുക്കാൻ നടക്കുന്ന ഒരാളുടെ കോൺഫിഡൻസ്. സോ വെൽക്കം ടു ദ ലൈഫ് ഓഫ് എ സ്ട്രഗ്ലിംഗ് ആക്ടർ ഇൻ കേരള, എപ്പിസോഡ് 1. അതെ, എനിക്കിവിടെ പറയാനുള്ളത് എൻ്റെ കഥയാണ്, മൈ ആക്ടിങ് ജേണി. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ സ്ട്രഗിൾസ്, ഫെയിലിയേഴ്സ്, സക്സസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആൻഡ് ഐ നോ സക്സസ് ആവേണ്ടി ഇവനൊക്കെ ഇവിടെ വന്ന് എന്ത് തേങ്ങ പറഞ്ഞാലും അതൊന്നും കേൾക്കാൻ ആരും ഉണ്ടാവും, അറിയാം. എന്നാലും ഞാൻ പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? എൻ്റെ പാസ്റ്റിലത്തെ ഓൺഗോയിങ് ജേണിയെ കുറിച്ച് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റൂ. ഇതിൻ്റെ ക്ലൈമാക്സ്, ജയിക്കോ തോൽക്കോ, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു ജേണി ഉണ്ടല്ലോ, അത് ഞാൻ എൻജോയ് ചെയ്യും. പിന്നെ ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഞാൻ കൂടുതലും ഇൻസ്റ്റയിലാണ് വീഡിയോസ് ഇടാറ്, യൂട്യൂബിലും ഇടാറുണ്ട്. പക്ഷേ ഷോർട്സ് ആയിട്ടേ ഞാൻ ഇടാറുള്ളൂ. ഞാൻ പിന്നെ കുറച്ച് ആഡ്സ്, വെബ് സീരീസ്, പിന്നെ ഷോർട്ട് ഫിലിംസിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അയൽവാശി. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് ലോങ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ? എൻ്റെ ഈ ആക്ടിങ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2018-ലാണ്. ഡബ് സ്മാഷും മ്യൂസിക്കിലൊക്കെ വാഴ്ന്നിരുന്ന കാലം. ഞാനും എല്ലാവരെ പോലെ കുറേ വീഡിയോസ് ചെയ്തു, പക്ഷെ ഒരു തേങ്ങയും സംഭവിച്ചില്ല. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഓൾറെഡി ഒരാൾ ഇട്ട് ചെട്ടി എന്തിനാടാ നീ ഇടുന്നത്? ആൻഡ് ഐ വാസ് ലൈക്ക് വാട്ട്? ആദ്യം ഇവനെന്ത് തേങ്ങയാ പറയണതെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ആലോചിച്ചപ്പോഴേ എനിക്കും മനസ്സിലായി, ഓൾറെഡി അഭിനയിച്ചു വെച്ചേക്കുന്ന ഒരു സീൻ അത് ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്ത് കാര്യമുണ്ട്? ലൈക്ക് വളിഞ്ഞ മാങ്ങ. ആൻഡ് ഐ ക്വിറ്റ് ഇറ്റ്. എന്നിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ സ്വന്തമായിട്ട് ജെട്ടിടാൻ തുടങ്ങി. ജെട്ടിയാ? സോറി, കണ്ടന്റ് ഇടാൻ തുടങ്ങി. പിന്നെ അന്നൊക്കെ കയ്യിലെണ്ണാവുന്നത്ര കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വീഡിയോസ് ചെയ്താൽ കയറിപ്പോകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. ഇന്നത്തെ പോലെ അല്ല, അന്നൊക്കെ തന്നെയായിരുന്നു ഈ കരിക്കിൻ്റെ സ്റ്റാർട്ടിങ്. അങ്ങനെ വെറും 4 വീഡിയോസ് ഇട്ടപ്പോഴേക്കും അത് സംഭവിച്ചു. യെസ്, ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പറിൽ എൻ്റെ വീഡിയോ ഫീച്ചർ ചെയ്ത് വന്നു. അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ടേയിരുന്നു. അന്നൊക്കെ പോസ്റ്റായിട്ട് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റും. ഈ റീൽസോ LGTVയോ അങ്ങനെ ഒന്നും സംഭവം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വ്യൂസ് കിട്ടാനും നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷെ എന്നാലും ഐ മേഡ് ഇറ്റ്. അങ്ങനെ നല്ല സന്തോഷത്തിൽ പോകുമ്പോഴായിരുന്നു ആ ട്രാജഡി സംഭവിച്ചത്. മോനെ വിസ, ദുബായിക്ക് പൊക്കൂ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനങ്ങനെ ദുബായിക്ക് പോയി. ഒറ്റയടിക്കാണ് ഞാൻ ഉണ്ടാക്കി വെച്ച എല്ലാം തകർന്നത്. ഈ അഭിനയം കൊണ്ട് എവിടെ എത്താനാ, എന്ന് രക്ഷപ്പെടാനാ എന്നൊക്കെ പറഞ്ഞ് ദുബായിലോട്ട് കയറ്റി വിട്ടു. പിന്നെ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷെ ഏറ്റവും വലിയ ദുഃഖകരം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് വേറൊരു പണിക്ക് പോണത് ഏറ്റവും വലിയ വേദന. പക്ഷെ ഞാൻ അവിടെയും തളർന്നില്ല. ദുബായിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അന്വേഷിച്ച് അങ്ങനെ അവസാനം എനിക്കൊരു വെബ് സീരീസും കിട്ടി. മോനെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓഡീഷനും പോയി സെലക്റ്റായി അങ്ങനെ ഷൂട്ടും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ് കിടക്കുന്നത്. എൻ്റെ അവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ. പക്ഷേ ഷൂട്ടാണെങ്കിൽ രാവിലെ തൊട്ട് നൈറ്റ് വരെ. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. പക്ഷേ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ എന്ത് ചെയ്ത് യൂസ് ചെയ്തു. അപ്പോൾ വേറെ ഒന്നല്ല, ഞാൻ എന്ത് ചെയ്ത് രാവിലെ തന്നെ ഷൂട്ടിങ്ങിന് പോകും. എന്നിട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോകും. ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ എത്തിയതിന് ശേഷം വീണ്ടും ഫ്രഷ് ചെയ്ത് വീണ്ടും ഷൂട്ടിങ്ങിന് പോകും. അങ്ങനെ 2 ദിവസം ഉറങ്ങാണ്ടാണ് ഷൂട്ടിങ്ങിന് പോയിരുന്നത്. പക്ഷെ ഉറക്കം വരവല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ വാഷ്റൂമിൽ പോകും, ബിഡറ്റ് എടുക്കും, അങ്ങനെ കണ്ണിക്ക് അടിച്ച് പിടിക്കും, എന്നിട്ട് ഉറക്കം കളയും. പക്ഷേ അത്രയ്ക്ക് സന്തോഷിച്ച് ഷൂട്ടും ചെയ്ത് വർക്കും ചെയ്ത് പോയിരുന്ന ഞാൻ കിടക്കണം അടുത്ത പണി. ഡയറക്ടറും പ്രൊഡ്യൂസറും എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ആ പ്രൊജക്റ്റും ഡ്രോപ്പ് ഔട്ടായിപ്പോയി. പിന്നെ എനിക്ക് വേറെ വഴിയില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കാൻ പറ്റണില്ല. പിന്നെ ഞാൻ കുറേ ഓഡീഷൻസിന് പോകാൻ നോക്കി, പല പ്രൊജക്ട്സും ഓണാക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, റിസൈൻ ചെയ്യുക, നാട്ടിൽ പോവുക. അങ്ങനെ ഞാൻ റിസൈനും ചെയ്ത് നാട്ടിലും പോയി കല്യാണം കഴിച്ചു. കല്യാണോ? അത് പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കുട്ടീനെ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. അതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുത്തൊക്കെ തുടങ്ങിയത്. അപ്പോഴാണ് വീട്ടുകാർ എന്നോട് പറയണേ, ഇങ്ങനെ വീഡിയോസ് എടുത്ത് നടന്നാൽ എങ്ങനെ ശരിയാവും, നീ ആദ്യം പോയി ഒരു ജോലി വാങ്ങിച്ച് ആ കൊച്ചിനെ കട്ടെ. ഞാൻ ഒന്നും നോക്കിയില്ല,
ദുബായി പോയി കാശുണ്ടാക്കി തിരിച്ചു വന്ന് ആ കൊച്ചിനെയും കെട്ടി ഇപ്പോൾ ഇവിടെ സെറ്റിലായി. അങ്ങനെ 2021 തൊട്ട് 2025 വരെ എൻ്റെ സിനിമയിലോട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. അതിൽ ഒരുപാട് ഓഡീഷൻസ് പോയി, ആഡ്സിൽ അഭിനയിച്ച്, പടത്തിൽ അഭിനയിച്ച്, വെബ് സീരീസ് അഭിനയിച്ച്, ഷോർട്ട് ഫിലിം അഭിനയിച്ച്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് എന്നോട് ഒരു കാര്യം ചോദിച്ചു, എടാ നീ എങ്ങനെ തോറ്റുപോയാലും? ഞാൻ ഇതുപോലെ കോൺഫിഡൻസിൽ അവൻ്റെ കണ്ണിൽ നോക്കി ഞാൻ പറഞ്ഞു, എടാ തോൽക്കാണെങ്കിലും ജയിക്കാണെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ അറിയും. പിന്നീട് അവനോട് ഞാൻ എടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞു, എടാ നമ്മുടെ സൊസൈറ്റി ഈ കാണുന്നത് 100 പേരിൽ ഒരാൾ മാത്രം ജയിക്കുന്നത് കാണും. പക്ഷെ ഞാൻ കാണുന്നത് ബാക്കി ട്രൈ ചെയ്യുന്ന 99 പേരാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ, നമ്മൾ ട്രൈ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക. പിന്നീട് റിഗ്രറ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അതിനേക്കാളും നല്ലത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ് നല്ലത്. അപ്പോൾ എൻ്റെ സ്റ്റോറീസും ജേണീസും ഇതൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഷെയർ ചെയ്യാനുണ്ട്. കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതും, ഷൂട്ട്സും ബിഹൈൻഡ് ദ സീൻസും, ഇതിൻ്റെ പിന്നിൽ നടന്ന സ്ട്രഗിൾസും കുറച്ച് സീക്രട്സും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. സോ ലൈഫ് ഓഫ് എ സ്ട്രഗ്ലിംഗ് ആക്ടർ ഇൻ കേരള ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ കഴിയാണ്. പക്ഷേ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഓരോ എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ സഭയിൽ തുടരും, കൂടെ നിങ്ങളുണ്ടാവണം. ബൈ.